ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. മാഞ്ചസ്റ്റർ സിറ്റി ആൻഡേഴ്സിനെ 60 മില്യണ് പൊക്കിക്കൊണ്ട് പോകുമ്പോൾ ഇവിടെ നമ്മൾ 33 വയസ്സുള്ള മെഗ്വയറിന് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യണം. അതിൽ നിന്ന് തന്നെ ഞാൻ വീഡിയോ തുടങ്ങാം. സോ ഈ വീഡിയോ ബേസിക്കലി എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്, ട്രാൻസ്ഫർ വിൻഡോ എങ്ങനെയാണ് ഷേപ്പ് അപ്പ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എങ്ങനെ തോന്നും നിങ്ങൾക്ക് മെഗ്വയറിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റൻഷൻ, അതിൻ്റെ കൂടെ തന്നെ ആൻഡേഴ്സിനെ സിറ്റി പൊക്കാൻ പോവാണ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഈ മെഗ്വയറിൻ്റെ എക്സ്റ്റൻഷൻ ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഒപ്പീനിയൻ വന്നത് കുഴപ്പമൊന്നുമില്ല, ഒരു സ്ക്വാഡ് പ്ലെയർ ആയിട്ടാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ പേടി ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു സെൻറ്റർ ബാക്കിനായിട്ട് ലിങ്ക്ഡ് അല്ലാത്തതുകൊണ്ടും മാർട്ടിനസ് ആൻഡ് ഡിലിറ്റിൻ്റെ ഇഞ്ചുറി കൺസേൺസ് ഉള്ളതുകൊണ്ടും അടുത്ത സീസണിലോട്ട് കാരിക്കിന് അണ്ടറിൽ മെഗ്വയർ ആണോ പെർമനൻറ്റ് CB എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ആ ചോദ്യചിഹ്നം എന്നെ പേടിപ്പിക്കുന്ന ഒരു ചോദ്യചിഹ്നം കൂടിയാണ്. കാരണം UCL ഫുട്ബോളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എംബാപ്പെ, ഡെംബലെ പോലത്തെ ക്ലബ്ബുകൾക്കെതിരെ മെഗ്വയർ കളിക്കുന്നത്. ഹീസ് എ ഗുഡ് പ്ലെയർ, ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ യുണൈറ്റഡ് നീഡ് ക്വാളിറ്റി സെൻറ്റർ ബാക്സ്. എന്തായാലും അതോടെ ഇരിക്കട്ടെ. ആൻഡേഴ്സിനെ കുറിച്ച് പറയാനുണ്ട്. ആൻഡേഴ്സൺ ഒരു കിടലൻ ഫുട്ബോളറാണ്, മിഡ്ഫീൽഡറാണ് എന്ന് നമുക്കറിയാം. ആർസണലിൽ ഡെക്ലൻ റൈസ് പോലെയാണ് സത്യം പറഞ്ഞാൽ ആൻഡേഴ്സിനെ ഞാൻ കണ്ടിരുന്നത് നമ്മുടെ ടീമിലോട്ട്. പക്ഷേ ഏകദേശം ആ ഒരു എന്താ പറയുക, വെളിച്ചം അങ്ങനെ പതുക്കെ കെട്ടുതുടങ്ങുകയാണ്. കാരണം മാഞ്ചസ്റ്റർ സിറ്റിയിലോട്ടാണ് ആൻഡേഴ്സിൻ്റെ പോക്ക്. ഇനി മാഞ്ചസ്റ്റർ സിറ്റി പോകുന്നത് കുഴപ്പമില്ല, നമ്മൾ കേട്ടിരുന്നത് 100 മില്യൺ 120 മില്യൺ എന്നൊക്കെയാണ് കേട്ടിരുന്നത്. പക്ഷേ ലേറ്റസ്റ്റ് റിപ്പോർട്ട് കേൾക്കുന്നത് 60 മുതൽ 65 മില്യൺ വരെ വേണമെങ്കിൽ ആൻഡേഴ്സിന് കൊടുത്തുകൊണ്ട് സിറ്റി അവനെ എടുക്കുന്നതാണ്. ഇതെങ്ങനെയാണ് ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനിന് സഹിക്കാൻ പറ്റുന്നത്? കാരണം നമ്മൾക്ക് വേണ്ടത് മിഡ്ഫീൽഡേഴ്സാണ്. നമുക്ക് മിഡ്ഫീൽഡേഴ്സ് വന്നേ പറ്റൂ. അങ്ങനത്തെ ഒരു കാറ്റഗറിയിലോട്ട് വരുന്ന ഫസ്റ്റ് പ്രയോറിറ്റി പ്ലെയർ ആരാണ്? എലിയറ്റ് ആൻഡേഴ്സൺ തന്നെയാണ്. പ്രീമിയർ ലീഗ് പ്രൂവൺ, യങ് പക്ഷേ എക്സ്പീരിയൻസ്ഡ്. 60 മില്യണൊക്കെ സിറ്റി ഇവനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഈ ന്യൂസ് വായും വിളിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കോമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം. അതിന് കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ, എൻ്റെ പേര് മിറാജ് എന്നാണ്, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരിൽ പറഞ്ഞു വെച്ചാണ്. അപ്പോൾ ആൻഡേഴ്സിൻ്റെ സിറ്റുവേഷൻ അതാണ്. ഞാൻ ഈ ആൻഡേഴ്സിൻ്റെ സിറ്റുവേഷൻ 65 മില്യണോട് എടുത്ത് പറയാൻ കാരണം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബെൻ ജേക്കബ്സ് ഇതുപോലെ വന്നിട്ട് കഴിഞ്ഞ 2 മാസം മുമ്പ് പറഞ്ഞിരുന്നു, അതായത് 100 മില്യൺ അല്ല, അതിൽ താഴെ ആൻഡേഴ്സിന് കിട്ടും എന്നുള്ളത്. പക്ഷേ അത് എങ്ങനെ എന്തെന്നുള്ളത് ആർക്കും അറിഞ്ഞിരുന്നില്ല. മേ ബി ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ വല്ല ക്ലോസും അവൻ്റെ കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കും. അതായത് അവന് ഇഷ്ടപ്പെട്ട ക്ലബ്ബ് അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിലുള്ള ക്ലബ്സ് ഇത്ര പൈസ കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നുള്ളത്. ഇനി 60 മുതൽ 65 മില്യൺ വരെ കൊടുത്തുകൊണ്ട് നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന പ്ലെയർ ബലേബയാണെങ്കിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞതാ, ബലേബയാണോ അതോ എലിയറ്റ് ആൻഡേഴ്സനാണോ നമ്മുടെ ടീമിന് വേണ്ടത് എന്നുള്ളത്. സത്യം പറഞ്ഞാൽ വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആണ്. ഇത് എങ്ങോട്ടാണ് ഈ പോണതെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. പ്ലാൻ എ മാറി ഇനി പ്ലാൻ ബിയിലോട്ടാണോ പോണത്? ഇനി പ്ലാൻ ബി വർക്കാവോ അതറിയില്ല. പ്ലാൻ സി ഉണ്ടോ അതും അറിയില്ല. ഇപ്പോൾ കേൾക്കുന്ന പേര് ആഡം വാർട്ടൻ്റെ ഒക്കെയാണ്. നല്ല പ്ലെയറാണ്, പക്ഷേ ഐ ഡോണ്ട് നോ ആഡം വാർട്ടനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കളിക്കാൻ പോകണമെന്നുള്ളത്. കാരണം കോബി മിനുവിൻ്റെ ഏകദേശം അതേ റോളാണ് ആഡം വാർട്ടൻ. എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചൊരു ടോപ്പിക്ക് റിയോ ഫെർണാണ്ടോ പറഞ്ഞ നമുക്ക് 4 പ്ലെയേഴ്സ് മതി, അതിൽ തന്നെ ഒരു സ്റ്റാർട്ടിംഗ് മിഡ്ഫീൽഡറും ഒരു ബെഞ്ചിൽ നിന്ന് വരുന്ന മിഡ്ഫീൽഡറും മതി എന്നുള്ളതായിരുന്നു. ഏകദേശം അങ്ങോട്ട് തന്നെയാണ് പോക്ക്. ഈ റിയോ ഫെർണാണ്ടോ ഇനിയോസിൻ്റെ ഒരു മൗത്ത് പീസ് ആണെന്നുള്ളത് ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവണം, അല്ലെങ്കിൽ അറിഞ്ഞു തുടങ്ങി കാണണം. ഞാൻ എൻ്റെ പഴയല്ല ഈ കഴിഞ്ഞ 2-3 ദിവസത്തെ മുമ്പ് ഒരു ലൈവിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ റിയോ ഫെർണാണ്ടോ പറഞ്ഞത് സത്യം പറഞ്ഞാൽ എല്ലാവരും ഒന്ന് നോക്കി വെച്ചോ എന്നുള്ളത്. ഏകദേശം അങ്ങോട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ട്രാൻസ്ഫർ വിൻഡോ ഷേപ്പ് അപ്പ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ കൂടെ ആകെ ഒരു ഹോപ്പ് ഉള്ളത് നമ്മളൊരു ലെഫ്റ്റ് ബാക്കിനെ വാങ്ങുന്നുള്ളതാണ്. ഇനി എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. ഐ തിങ്ക് വി ആർ ഗോയിങ് ടു ബൈ എ യങ് ലെഫ്റ്റ് ബാക്ക്. ഡിയോഗോ ലിയോണ പോലത്തെ ഒരു ലെഫ്റ്റ് ബാക്ക് ആയിരിക്കും നമ്മൾ വാങ്ങാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു റൈറ്റ് ബാക്ക്. സോ മിഡ്ഫീൽഡേഴ്സിൻ്റെ കാര്യം ഏകദേശം ഈ ഒരു പോക്കിലാണ് പോകുന്നത്. ആഡം വാർട്ടൻ്റെ പേരൊക്കെയാണ് കേൾക്കുന്നത്. എലിയറ്റ് ആൻഡേഴ്സിൽ നിന്നും ആഡം വാർട്ടോട് ചാടി. അതിൻ്റെ കൂടെ വേറെ ന്യൂസ് വന്നിരുന്നു, ഈ സ്റ്റില്ലറിനെ കുറിച്ചുള്ള ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റില്ലറിന് ഒരു റിലീസ് ക്ലോസ് ഉണ്ട്, പക്ഷെ അത് ഇനാക്റ്റീവ് ആക്കാൻ സ്റ്റുട്ട്ഗാർഡ് ചെയ്യാൻ പോവാണ്. 2 മില്യൺ അവന് പേ ചെയ്തുകൊണ്ട് ആ റിലീസ് ക്ലോസ് ഒഴിവാക്കി ഇനി അവനെ വമ്പൻ തുകയ്ക്ക് വേറെ ടീമുകൾക്ക് കൊടുക്കാൻ പോവാണെന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു വമ്പൻ തുകയ്ക്ക് നമ്മൾ സ്റ്റില്ലറിനെ വാങ്ങുന്നുള്ളത്. അപ്പോൾ ആ ഹോപ്പും ഏകദേശം കെട്ടടഞ്ഞ മട്ടാണ്. എന്തായാലും എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ളത് സത്യം പറഞ്ഞാൽ പേടിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല മിഡ്ഫീൽഡേഴ്സിനൊക്കെ നല്ല ടീമുകൾ കൊത്തിക്കൊണ്ട് പോകും. അതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് സീസണിൽ UCL കളിക്കാൻ പോകുമ്പോൾ ഈ ഒരു ബലേബ, ജാവോ ഗോമസ്, മെയിനു, ബ്രൂണോ വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ UCL ക്വാളിഫിക്കേഷൻ കൂടെ നല്ലത് ഇപ്പോൾ യൂറോപ്പ് ക്വാളിഫിക്കേഷൻ നേടുമായിരിക്കും. കാരണം ഹ്യൂമിലിയേറ്റിംഗ് റിസൾട്ട്സ് കിട്ടാതിരിക്കും. ഹൈപ്പ് കയറി എങ്ങോട്ട് ചെയ്തെന്നുള്ളൊരു ചോദ്യം ഉണ്ട്. കാരണം കുറേ ഹൈപ്പ് ചെയ്തിട്ട് ടൊണാലി, ആൻഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിരുന്നു.
ബാലേബ എനിക്ക് സത്യം പറഞ്ഞാൽ ഹൈപ്പൊന്നും തരുന്നില്ല, ഉള്ള കാര്യം പറയാലോ. കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സീസണിലെ പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ വലിയ ഹൈപ്പൊന്നും എനിക്ക് കിട്ടുന്നില്ല. ആൻഡേഴ്സൺ, സ്റ്റില്ലർ, ടൊണാലി, ഇങ്ങനത്തെ മിഡ്ഫീൽഡേഴ്സാണ് നമുക്ക് വേണ്ടത്. അതിൽ തന്നെ ഇപ്പോൾ ടൊണാലി എനിക്ക് തോന്നുന്നില്ല ഇനി വരുന്നുള്ളത്. കാരണം ടൊണാലിക്കെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റിപ്പോർട്ടേഴ്സ് തന്നെ അവൻ്റെ ഗാംബ്ലിംഗ് ഒക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് ആ ഹോപ്പും ഏകദേശം കെട്ട മട്ടാണ്. ആൻഡേഴ്സണും ഏകദേശം പോയ മട്ടാണ്. എനിക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു അവൻ ചൂസ് ചെയ്യുന്നുള്ളത്. പക്ഷേ ലെറ്റ്സ് ഹോപ്പ് അറ്റ്ലീസ്റ്റ് ഒരു 10 മില്യൺ എക്സ്ട്രാ കൊടുത്തുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ എന്നുള്ളത്. പിന്നെ കുറേ പേര് പറഞ്ഞു 100 മില്യൻ്റെ പ്ലെയറൊന്നും അല്ല ഗൈസ്. ഇപ്പോൾ ക്വാളിറ്റി മിഡ്ഫീൽഡേഴ്സിന് ചാർജ് ചെയ്യുന്ന മിനിമം പ്രൈസ് 100 മില്യൺ ആണ്. ഡെക്ലൻ റൈസിനൊക്കെ 100 മില്യൺ കൊടുത്തിട്ടാണ് സിറ്റി ആയിട്ട് കട പിടിച്ചുകൊണ്ട് ആഴ്സണൽ അങ്ങോട്ട് കൊണ്ടുപോയത്. അതേ രീതിക്ക് നമ്മൾ നിന്നാൽ മാത്രമാണ് നമ്മളൊരു ബെറ്റർ ഫുട്ബോളിംഗ് ക്ലബ്ബ് ആവുള്ളൂ. അല്ലാതെ ചീപ്പ് പ്രൈസിന് നമുക്ക് ഇവിടുന്ന് അവനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു സ്ട്രഗിൾ. എഗെയിൻ കാരിക്കിൻ്റെ അണ്ടറിൽ ഞാൻ പറഞ്ഞ സംഭവമായിരുന്നു, കാരിക്കാണ് മാനേജറെങ്കിൽ അല്ലെങ്കിൽ കാരിക്കാണ് പെർമനൻറ്റ് കോച്ചെങ്കിൽ 4 പ്ലെയേഴ്സ് അല്ല, സത്യം പറഞ്ഞാൽ നമുക്ക് 7 or 8 പ്ലെയേഴ്സ് വേണ്ടി വരും. കാരണം കാരിക്ക് ഈസ് നോട്ട് എൻ എക്സ്പീരിയൻസ്ഡ് കോച്ച്. നേരെ മറിച്ച് ഒരു നാഗൽസ്മാനോ ഒരു ലൂയിസ് എൻട്രിക്കോ ആണ് കോച്ചെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ് ഒരു 4 or 5 പ്ലേയേഴ്സിന് കിട്ടുന്നതിൽ. അപ്പോൾ റിയോ ഫെർഡിനാൻഡിൻ്റെ വാക്കും കേട്ടാണ് ഇനിയോസ് ഈ പണിക്ക് ഇറങ്ങുന്നതെങ്കിൽ ഇപ്പം തന്നെ കട പൂട്ടി പോയിരിക്കും നല്ലത്. കാരണം അടുത്ത സീസണിൽ എന്തായി മാറും എന്നുള്ളത് ആലോചിച്ചിട്ട് തന്നെ എനിക്ക് തലവേനിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ടെൻഷൻ കയറുന്ന സംഭവമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കോമെൻറ്റ് ചെയ്യുക. ആൻഡേഴ്സനെ യുണൈറ്റഡ് ശരിക്കും മിസ് ഔട്ട് ആയോ? സ്റ്റില്ലറിനെ വാങ്ങാൻ തീരെ പ്ലാൻ ഇല്ലേ? ആഡം വാട്ടൺ ആണോ നമുക്കുള്ള മിഡ്ഫീൽഡർ, അതോ വെറും ബലേബയാണോ നമ്മുടെ മിഡ്ഫീൽഡർ വരാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു വീക്കിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്ന വീക്കുകളിൽ നല്ല പോസിറ്റീവ് ന്യൂസ് വരുന്നതെന്ന് വിചാരിക്കുന്നു. ആൻഡേഴ്സൺ ഈസ് മൂവിങ് ടു യുണൈറ്റഡ് എന്നോ, അല്ലെങ്കിൽ സ്റ്റില്ലർ ഈസ് മൂവിങ് ടു യുണൈറ്റഡ് എന്നോ, അല്ലെങ്കിൽ ടൊണാലി ഈസ് മൂവിങ് ടു യുണൈറ്റഡ് എന്നോ നല്ല കോൺക്രീറ്റ് ന്യൂസ്, അതായത് ഫെബ്രിസിയോ, ഡേവിഡ് ഓൺസ്റ്റി പോലത്തെ ആൾക്കാരുടെ കോൺക്രീറ്റ് ന്യൂസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഫാസ്റ്റ് ആൻഡ് യുവർ സീറ്റ് ബെൽറ്റ്സ്, അത്ര ഞാൻ പറയുന്നുള്ളൂ. കാരണം ഇത് കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണ്. ഈ സമ്മർ വിൻഡോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ക്ലബിൻ്റെ അവസ്ഥ എന്താവും എന്നുള്ളത് റിക്രൂട്ട്മെൻറ്റ് വൈസ് ഐ കാൺ പ്രെഡിക്റ്റ് നൗ. ഇനിയോസ് ഐ ഹോപ്പ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും എന്നുള്ളത്. 4 or 5 പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നതല്ല, ക്വാളിറ്റിയാണ് കാര്യം. സോ ഐ ഹോപ്പ് ദാറ്റ് ഹാപ്പൻസ്. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. സീ യു അഗെയിൻ.